പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. നോമ്പുകാലത്ത് യൂദാസിനെക്കുറിച്ചുള്ള ചില ചിന്തകളിലൂടെ നമ്മൾ കടന്നു പോയിരുന്നു. ഇന്ന് നമ്മൾ പത്രോസിനെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. യേശുവിൻ്റെ 12 അപ്പസ്തോലന്മാരിൽ ഒരാളാണ്. ധീരമതിയാണ്, അല്പം ചൂടൻ പ്രകൃതിയുള്ള ആളാണ്. മരിയ വാൽത്തോർത്തയുടെ ദൈവമനുഷ്യൻ സ്നേഹഗീത എന്ന പുസ്തകത്തിൽ പത്രോസിന് അങ്ങനെ ഒരു മുഖമുള്ളതായിട്ട് കാണുന്നുണ്ട്. അല്പം ഒരു എടുത്തിയാട്ടക്കാരൻ, പക്ഷേ ആത്മാർത്ഥതയുള്ള ആളാണ്. വിശ്വാസവും വിശുദ്ധിയും വിശ്വസ്തതയൊക്കെ ഉള്ള ഒരാളാണ്. പക്ഷെ പത്രോസിൻ്റെ ജീവിതത്തിൽ ഒരു വലിയ തെറ്റുപറ്റി. യൂദാസ് യേശുവിനെ ഒറ്റക്കൊടുത്ത പാപമാണെങ്കിൽ പത്രോസ് യേശുവിനെ തള്ളിപ്പറഞ്ഞ പാപമായിരുന്നു ഉണ്ടായിരുന്നത്. അതിന് മുമ്പ് തന്നെ ഈശോ പത്രോസിന് ചില മുന്നറിയിപ്പുകൾ കൊടുക്കുന്നത് ലൂക്കായുടെ സുവിശേഷം 22-ാം അധ്യായത്തിൽ 31 മുതലുള്ള തിരുവചനങ്ങളിലുണ്ട്. അതിങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്. ശിമയോൻ ശിമയോൻ, സാത്താൻ നിങ്ങളെ ഗോതമ്പ് പോലെ പാറ്റാൻ ഉദ്യമിച്ചു. എന്നാൽ നിന്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. നീ തിരിച്ചു വന്ന് നിന്റെ സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. തിരിച്ചു വരേണ്ടി വരും എന്നുള്ള ഒരവസ്ഥ ഈശോ ഒരു പ്രവചന രൂപേണ യൂദാസിന് പിന്നെ മുന്നറിയിപ്പിൻ്റെ വിധത്തിൽ കൊടുക്കുന്ന ഒരു വചനഭാഗമാണിത്. ലൂക്ക 22:31. അതിൽ 32-ാമത്തെ തിരുവചനത്തിലാണ് നീ തിരിച്ചു വന്ന് സഹോദരന്മാരെ ശക്തിപ്പെടുത്തണം. ഭാവിയിൽ സംഭവിക്കാൻ പോകുന്ന ഒരു കാര്യം, അതിന് മുന്നറിയിപ്പ് ഈശോ കൊടുത്തു. അപ്പോൾ ആ മുന്നറിയിപ്പ് കൊടുക്കുമ്പോൾ വേണമെങ്കിൽ പത്രോസിന് എളിമയുള്ളവനും ശരിക്കും തൻ്റെ ബലഹീനത അറിയാവുന്നവനുമാണെങ്കിൽ എന്തായിരുന്നു ചെയ്യേണ്ടത്? കർത്താവേ, അങ്ങനെ എൻ്റെ വിശ്വാസം ക്ഷയിക്കാതിരിക്കാൻ വേണ്ടി നീ പ്രാർത്ഥിക്കണം. എനിക്ക് അല്പം കുറവുകളുണ്ട്, അതുകൊണ്ട് നീ എന്നെ ശക്തിപ്പെടുത്തണം. നീ പറയുന്ന പോലെ ഞാൻ ചെയ്തു കൊള്ളാം എന്ന് പറയണ്ടേ? പക്ഷെ അതിന് പകരം ഒരു വീരവാദം മുഴക്കി. അതാണ് ഇനി 33-ാമത്തെ വചനം. ശിമയോൻ പറഞ്ഞു, കർത്താവേ, നിൻ്റെ കൂടെ കാരാഗ്രഹത്തിലേക്ക് പോകാനും മരിക്കാൻ തന്നെയും ഞാൻ തയ്യാറാണ്. അതവൻ്റെ ഉള്ളിലുള്ളൊരു മാനസികാവസ്ഥയായിരുന്നു. പക്ഷേ അവൻ അറിഞ്ഞുകൂടാ അവൻ്റെ ബലഹീനത എത്ര വലുതാണ്. ബലം എന്ന് പറയുന്നത് മനോബലവുമുണ്ട്, ആത്മബലവുമുണ്ട്. മനോബലം ഉള്ള ഒരു വ്യക്തിക്ക് ദൈവ ഐക്യത്തിലേക്ക്, ദൈവകൃപയിലേക്ക്, ദൈവവുമായിട്ടുള്ള ഐക്യത്തിന് വേണ്ടി, ദൈവകൃപ സ്വീകരിക്കാൻ വേണ്ടി ഏത് ത്യാഗവും സഹിക്കാനുള്ള മനോബലമുള്ള ഒരു വ്യക്തിക്ക് ആത്മബലമുണ്ടാകും. ആത്മാവിൻ്റെ ബലമെന്ന് പറയുന്നത് അഭിഷേകത്തിൻ്റെ ശക്തിയാണ്. ഇവിടെ മനോബലം കുറവുള്ളവനാണ് ഈ പറയുന്ന പത്രോസ്. അതുപോലെ തന്നെ ആത്മീയ ശക്തി കുറവുമുണ്ട്. കാരണം യേശുവിൻ്റെ രക്ഷാകര ബലിയുടെ യോഗ്യതകൾ പ്രാപിച്ച് അവിടുത്തെ വാഗ്ദാനമായി പരിശുദ്ധാത്മാവിനാൽ പത്രോസ് അഭിഷിക്തനായിട്ടില്ല ആ സമയത്ത്. അതിനുള്ള പരിശീല കാലഘട്ടത്തിലാണ്. ആ ബലഹീനത അവസ്ഥയിലാണ് അവൻ പറഞ്ഞത്, വേണ്ടി വന്നാൽ മരിക്കാതെ നിൻ്റെ കൂടെ കാരാഗ്രഹത്തിൽ പോകാനും പോലും തയ്യാറാണെന്ന്. അപ്പോൾ ഈശോ അതിന് മറുപടിയായിട്ട് പറഞ്ഞു. 34-ാം തിരുവചനം, ലൂക്ക 22:34. പത്രോസേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എന്നെ അറിയുകയില്ല എന്ന് 3 പ്രാവശ്യം നിഷേധിച്ച് പറയുന്നതിന് മുമ്പ് ഇന്ന് കോഴി കൂവുകയില്ല. വരാൻ പോകുന്നൊരു കാര്യം ഈശോ കൃത്യമായിട്ട് പ്രവചനമായി അവനോട് പറഞ്ഞു. അപ്പോൾ പത്രോസിൻ്റെ മനോഭാവം എന്താണ് എന്ന് ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടില്ല. എന്താണ് അവൻ്റെ ഉള്ളിൽ നടന്നത്? അവൻ ബാഹ്യമായി എന്തെങ്കിലും പറഞ്ഞിരുന്നെങ്കിൽ അതിവിടെ രേഖപ്പെടുത്തുമായിരുന്നു. യോഹന്നാനുണ്ട്. യോഹന്നാൻ ഇപ്പോഴും യേശുവിൻ്റെ കൂടെയുള്ള ആളാണല്ലോ. അതുകൊണ്ട് യോഹന്നാൻ കേട്ടിട്ടുണ്ടാകണം. അപ്പം പരസ്യമായിട്ടൊന്നും പറഞ്ഞില്ലെങ്കിലും മനസ്സിലൊരു പക്ഷേ പത്രോസ് ഇങ്ങനെ ചിന്തിച്ചു എന്ന് ഞാൻ ചിലപ്പോഴൊക്കെ ഭാവനയിൽ കാണാറുണ്ട് ധ്യാനാവസരത്തിൽ. എന്താ കർത്താവ് പറഞ്ഞത്? ഞാൻ നിന്നെ തള്ളിപ്പറയുമെന്നോ? ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമായില്ലേ? അല്ലേ? നീ ആരാണെന്നാണ് ജനങ്ങൾ പറയുന്ന ഒരു ചോദ്യം നീ ചോദിച്ചപ്പോൾ, പല അഭിപ്രായങ്ങളും ജനങ്ങൾക്കുള്ള ഞങ്ങൾ അറിയിച്ചപ്പോൾ നീ ചോദിച്ചു, നിങ്ങളെന്ത് പറയുന്നു? എല്ലാവരും വായടച്ച് മിണ്ടാതെ നിന്നപ്പോൾ ഞാൻ എന്താ പറഞ്ഞത്? നീ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്ന്. അപ്പോൾ നീ എന്തു പറഞ്ഞു? മാംസരക്തങ്ങളല്ല പത്രോസ് നിനക്ക് വെളിപ്പെടുത്തിയത്, സ്വർഗസ്ഥനായ പിതാവാണെന്ന്. നിൻ്റെ പിതാവും ഞാനുമായിട്ട് അതുപോലൊരു ബന്ധമുണ്ട്, യഹോവയുമായി ബന്ധമുണ്ടെന്ന് നീ തന്നെ സാക്ഷ്യം പറഞ്ഞിട്ട് ഇപ്പോൾ നീ പറയുന്നു ഞാൻ നിന്നെ തള്ളിപ്പറയും,
ഉപേക്ഷിച്ച് പോകുന്നൊക്കെ അല്ലേ? ശരിയാണോ ഇത് എന്ന് മനസ്സിൽ ചിന്തിച്ചിട്ടുണ്ടായിരുന്നിരിക്കാം പത്രോസ്. ഞാൻ വെറുതെ ഊഹിക്കുകയാണ്, ഭാവനയെ കാണുകയാണ്. അവിടെ വെച്ചും അനുതപിച്ച് എന്നെ ബലപ്പെടുത്താൻ നീ എൻ്റെ കൂടെ ഉണ്ടാകണമെന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കൈ പിടിച്ചിട്ട് കർത്താവിൻ്റെ കണ്ണുകളിലേക്ക് നോക്കുന്നതിന് പകരം പത്രോസ് അവൻ്റെ ഉള്ളിൽ തനിക്കുള്ള ബലത്തെക്കുറിച്ചും തനിക്ക് കിട്ടിയിരിക്കുന്ന കൃപയെക്കുറിച്ച് ചിന്തിച്ച് പോയിട്ടുണ്ടായിരുന്നിരിക്കാം. അത് കഴിഞ്ഞ് 54 മുതൽ തിരുവചനങ്ങളിലേക്ക് പോകാൻ ലൂക്ക 22:54. യേശുവിനെ ശത്രുക്കൾ പിടിച്ച് പ്രധാനാചാര്യൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി പത്രോസ് അകലെയായി അവനെ അനുഗമിച്ചു. ഇതാണ് ക്രൈസ്തവ ജീവിതത്തിൽ നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു ദുരന്തം. കർത്താവിനെ ചേർന്ന് കർത്താവിനോട് ഒട്ടി നിന്ന് കർത്താവിനെ അനുഗമിക്കുന്ന അവസ്ഥയിൽ നിന്ന് കർത്താവിനോട് ഒട്ടി നിൽക്കുന്നതിന് പകരം, അതായത് 2 രാജാക്കന്മാർ 18-ാം അധ്യായത്തിൽ 5, 6, 7 വചനങ്ങളിലെ ഹെസക്കിയ രാജാവ് കർത്താവിനോട് ഒട്ടി നിന്നു എന്ന് പറയുന്ന ഭാഗം ഞാനിവിടെ ഇതിനു മുമ്പ് ഈ നോമ്പ് കാലത്തെ ധ്യാനത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒട്ടി നിന്നു. അത് ഉണ്ടാകുന്നതിന് പകരം അകലെയായി അനുഗമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുക്രിസ്തുവിനോട് ഹൃദയപൂർവ്വം ബന്ധമില്ലാത്ത, മാനസിക തലത്തിൽ ഐക്യമില്ലാത്ത, എന്നാൽ യേശുവിൽ വിശ്വാസമുണ്ട്, പക്ഷേ സുദൃഢമല്ല, അതിൽ അഭിഷേകം പ്രാപിച്ചിട്ടില്ല, വളർന്നിട്ടില്ലാത്ത അവസ്ഥയിൽ യേശുവിൻ്റെ അനുയായികളെന്ന് പറയുന്നവരാണ് യേശുവിൻ്റെ ഏറ്റവും കൂടുതൽ വേദന ഉണ്ടാക്കുന്നവർ. യേശുവിനെ അറിയാത്തവരും യേശുവിനെ അനുഗമിക്കാത്തവരും യേശുവിന് കൊടുക്കുന്ന വേദനയേക്കാൾ കൂടുതലായിട്ടാണ് ഈ അകലെയായിട്ട് അനുഗമിക്കുന്നവർ കേൾക്കുന്ന വേദന. അവർ നടുമുറ്റത്ത് തീ കൂട്ടി അതിനു ചുറ്റുമിരുന്ന് ഇപ്പോൾ പത്രോസ് അവരോട് കൂടെ ഇരുന്നു. അവിടെയുള്ള തണുപ്പിനെ അകറ്റാൻ വേണ്ടി യേശു അവിടെ പാടുപീട് സഹിക്കുന്ന വിചാരണയ്ക്ക് വിധേയനായിക്കൊണ്ടിരിക്കുന്ന വേളയിൽ അവൻ ഈ ഭൗതികമായ ഒരു സുഖാസ്വാദനത്തിൻ്റെ മേഖലയിലേക്ക് അവിടെയുള്ള സേവകരോടൊപ്പം ഇതായി പത്രോസും കടന്നു ചെന്നു. അവൻ തീക്കരികെ ഇരിക്കുന്നത് കണ്ട ഒരു പരിചാരിക സൂക്ഷിച്ചു നോക്കിയിട്ട് പറഞ്ഞു, ഇവനും അവനോടുകൂടെ ആയിരുന്നു. യേശുവിൻ്റെ കൂടെ നടന്നിരുന്നവരെ അറിയാവുന്ന പരിചാരികയാണെന്ന് പറഞ്ഞത്. എന്നാൽ പത്രോസ് അത് നിഷേധിച്ചു. സ്ത്രീയെ, അവനെ ഞാൻ അറിയുകയില്ല എന്ന് പറഞ്ഞു. അല്പം കഴിഞ്ഞ് വേറൊരാൾ പത്രോസിനെ കണ്ടിട്ട് പറഞ്ഞു, നീയും അവരിൽ ഒരുവനാണ്. അപ്പോൾ അവൻ പറഞ്ഞു, മനുഷ്യ, ഞാനല്ല. ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞ് വേറൊരാൾ ഉറപ്പിച്ച് പറഞ്ഞു, തീർച്ചയായും ഈ മനുഷ്യനും അവനോടുകൂടി ഉണ്ടായിരുന്നു, ഇവനും ഗലീലിക്കാരനാണല്ലോ. അതെങ്ങനെ ഗലീലിക്കാരെന്ന് മനസ്സിലായി? യേശുവിൻ്റെ അപ്പസ്തോല ഗണത്തിൽപ്പെട്ടവർ ഒരു ഗലീലിക്കാരൻ തന്നെയാണ്. അവരുടെ ഭാഷയുടെ ഉച്ചാരണത്തിന് വ്യത്യാസമുണ്ട്. ഖരം, ഘോഷം, മൃദു എന്നീ ഈ 3 തരത്തിലുള്ള ഉച്ചാരണ പ്രത്യേകതകൾ ഒന്നും ഈ ഗലീലിക്കാർക്കില്ല. അവരുടെ ഉച്ചാരണത്തിൽ പാണ്ഡിത്യമില്ലാത്ത, വിദ്യാഭ്യാസം കുറഞ്ഞവരുടെ ശൈലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഗലീലിക്കാർ യൂദയ പ്രദേശത്ത്, ജെറൂസലേം പ്രദേശത്ത് വന്നാൽ ഉടനെ അവരെ തിരിച്ചറിയുമായിരുന്നു. അപ്പോൾ ഇവൻ ഗലീലിക്കാരനാണ്, യേശുവിൻ്റെ ശിക്ഷഗണത്തിൽ ഒരാളാണെന്ന് ഈ 3ാമത്തെ ആൾ ഒരു തെളിവ് സഹിതം കണ്ടുപിടിച്ചു. പത്രോസ് പറഞ്ഞു, മനുഷ്യൻ, നീ പറയുന്നത് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. മർക്കോസിൻ്റെ സുവിശേഷത്തിലെ ഭാഗം എഴുതിയിരിക്കുന്നവൻ ആണയിട്ടുകൊണ്ട് ശപിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കവനെ അറിഞ്ഞുകൂടെന്നാണ്. സത്യമായിട്ട് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞ് ആണയിട്ട് ശപിച്ചുകൊണ്ട് പറഞ്ഞു, എനിക്കവനെ അറിഞ്ഞുകൂടാ. ഇത് പറഞ്ഞു കഴിഞ്ഞ ഉടനെ കർത്താവ് പത്രോസിനെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. പ്രിയപ്പെട്ടവരെ, 61-ാമത്തെ ഈ വചനം നമ്മുടെ നേരെ കർത്താവ് നോക്കുന്ന ഒരു നോട്ടം, അതൊരു മുന്നറിയിപ്പായിരുന്നു. ഹീ ടേൺ ടുവേഴ്സ് പീറ്റർ ആൻഡ് ലുക്ക്ഡ് അറ്റ് ഹിം. അവൻ്റെ നേരെ തിരിഞ്ഞ് അവനെ നോക്കി. അപ്പോൾ യേശു പത്രോസിനെ നോക്കിയപ്പോൾ ആ കണ്ണുകളിലൂടെ പത്രോസിൻ്റെ കണ്ണുകളിലേക്കും ഹൃദയത്തിലേക്കും മനസ്സിലേക്കും 1000 കൂരമ്പുകളാണ് അയക്കുന്നത്. അനുതാപത്തിലേക്ക് അവനെ നയിക്കുന്ന കൂരമ്പുകൾ, മാനസാന്തരത്തിലേക്ക് നയിക്കുന്ന കൂരമ്പുകൾ. കഴിഞ്ഞ കാലത്ത് 3 വർഷക്കാലം താൻ അവരോട് പറഞ്ഞിരുന്ന വചനങ്ങൾ ഓർമ്മപ്പെടുത്തി കൊടുക്കുന്ന കൂരമ്പുകൾ. അത് കുറ്റപ്പെടുത്തലായിരുന്നില്ല, അത് അവനെ തള്ളിപ്പറഞ്ഞുകൊണ്ടുള്ള കൂരമ്പുകളായിരുന്നില്ല, അവനോട് വെറുപ്പോടുകൂടി നോക്കിയ നോട്ടമായിരുന്നില്ല. അതെല്ലാം തന്നെ സ്നേഹത്തിൽ ഉത്ഭൂതമാകുന്ന നോട്ടമായിരുന്നു. ആ ഒരൊറ്റ നോട്ടത്തിൽ പത്രോസ് മാനസാന്തരപ്പെട്ടു. തുടർന്ന് എഴുതി വച്ചിരിക്കുകയാണ്, അപ്പോൾ പത്രോസ് കർത്താവ് തന്നെ നിഷേധിച്ച് പറയുമെന്ന് പറഞ്ഞത് ഓർത്തു അവൻ പുറത്തുപോയി മനംതൊന്ന് കരഞ്ഞു. യൂദാസം പുറത്തേക്കാണ് പോയത്, പക്ഷേ ഇരുട്ടിലേക്കായിരുന്നു. ഇവൻ പോയത് അനുതപിച്ച കരയാനായിരുന്നു. ആ ഒരു അനുതപിച്ചുള്ള കരയിലൂടെയാണ് പിന്നീട് ഉത്ഥാനത്തിന് ശേഷം യേശുവിൻ്റെ മുമ്പിൽ വന്ന് നിൽക്കാനും, നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് 3 തവണ ചോദിച്ചപ്പോൾ
ഉണ്ട് എന്ന് പറഞ്ഞ് അവസാനം പറഞ്ഞ് നിനക്ക് എന്നെ അറിയാമല്ലോ എന്ന് പറഞ്ഞതും ആ എളിമയോടുകൂടെ തല കുനിച്ചപ്പോൾ അവൻ്റെ മേലൊരു ആശീർവാദം വെച്ച് അവനെ മാർപ്പാപ്പായിട്ട് അവരോധിച്ചതും. പ്രിയപ്പെട്ടവരെ, പത്രോസ് നമ്മുടെ മുമ്പിൽ ഇങ്ങനെ തിളങ്ങി വിളങ്ങി നിൽക്കുന്ന നക്ഷത്രമായിട്ടുണ്ട്. പത്രോസ് നമ്മോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. എനിക്ക് തെറ്റുപറ്റി, എനിക്ക് ബലഹീനതകളുണ്ടായിരുന്നു, കുറവുകളുണ്ടായിരുന്നു. യേശുവിൻ്റെ കൂടെയായിരുന്നു ഞാൻ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന യൂദാസും ഞാൻ അനുഭവിച്ചതൊക്കെ അനുഭവിച്ച ആളാണ്. പക്ഷേ എനിക്കൊരു ഭാഗ്യം കിട്ടി യേശുവിനൊരു വിശ്വസ്തത പുലർത്താൻ. അതുകൊണ്ട് തന്നെ ഞാൻ വീട് പോയിട്ടും എഴുന്നേറ്റു. നിങ്ങളും വീണാലും എഴുന്നേൽക്കണം, യേശുവിനോട് ചേർന്നിരിക്കണം, ആത്മാർത്ഥതയുണ്ടായിരിക്കണം. എങ്കിലും നിങ്ങളും കർത്താവിനാൽ ഉയർത്തപ്പെടും, ആ കർത്താവിനാൽ അഭിഷേകം ചെയ്യപ്പെടുമെന്ന് പത്രോസ് നമ്മളോട് പറയുന്നു. ഈശോയെ, പത്രോസിനെ പോലെ മാനസാന്തരത്തിൻ്റെ ഫലം പുറപ്പെടുവിക്കുന്ന കൃപയിലേക്ക് ഞങ്ങളെ നയിക്കണമേ. യൂദാസിനെ പോലെ നശിക്കാതിരിക്കാൻ ഞങ്ങൾക്കൊരു ആശീർവാദം പങ്ക് നൽകണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.